റെഡ് സ്ക്വയർ, ആ റഷ്യൻ പട്ടാളത്തിൻ്റെ പരേഡുകൾ എത്രയോ കണ്ട റെഡ് സ്ക്വയർ, അതിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യയിലിരുന്ന് കേരളത്തിലിരുന്ന് നമ്മൾ ആസ്വദിച്ച ആ റെഡ് സ്ക്വയർ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയികളായി വന്ന ചെമ്പടയ്ക്ക് വലിയ ആദരവും സ്നേഹവും ചൊരിഞ്ഞ് സ്റ്റാലിൻ പ്രസംഗിച്ച ആ റെഡ് സ്ക്വയർ, എത്രയോ നേതാക്കന്മാരുടെ മുന്നിൽ റഷ്യയുടെ സുപ്രധാന ദിനങ്ങളിൽ വലിയ പരേഡുകൾ നടന്ന ആ റെഡ് സ്ക്വയർ, സുന്ദരിമാരുടെ ചടുലമായ നൃത്തത്തിന് വേദിയായ റെഡ് സ്ക്വയർ, കായിക താരങ്ങളെ ആദരവ് കൊണ്ട് അണിയിച്ച് സ്വീകരിച്ച ആ റെഡ് സ്ക്വയർ, ആ റെഡ് സ്ക്വയറിലേക്കാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നത്. പടിഞ്ഞാറൻ നാടുകൾക്ക് ഇത്രയും കാലം ദുരൂഹമായൊരു ഭൂപ്രദേശമായിരുന്നു റഷ്യ. മോസ്കോയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു മോസ്കോ. ആ മോസ്കോ എന്താണെന്നറിയണം, ആ റഷ്യ എന്താണെന്നറിയണം, ആ സോവിയറ്റ് യൂണിയൻ്റെ അവശേഷിപ്പുകൾ എന്താണെന്നറിയണം, ഇന്ന് അവരെങ്ങനെ ജീവിക്കുന്നു എന്നറിയണം. പാശ്ചാത്യ ലോകത്തിന് അത്ഭുതമായിരുന്നു ഒരു കാലത്ത് റഷ്യ. കാരണം അകത്തെന്തെന്ന് അറിയില്ല. ആ നാട്ടിലേക്ക് പടിഞ്ഞാറൻ ആളുകൾ ഒഴുകി തുടങ്ങിയ കാലമാണത്. അപ്പോൾ അവർക്ക് വേണ്ടി എത്രയെത്രയോ റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും ഒരുങ്ങിയിരിക്കുന്നു. കൂടാതെ ഈ പടിഞ്ഞാറുനിന്ന് വരുന്നവരുടെ ഡോളറിൽ കണ്ണുവെച്ച് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുമായിട്ട് വിൽക്കാൻ ഇറങ്ങിയ നാട്ടുകാരെ നമുക്കവിടെ കാണാമായിരുന്നു. പഴയ പട്ടാള ജോലിക്കിടയ്ക്ക് കിട്ടിയ ഒരു